അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഇട്ടില്ല, ഒരാഴ്ചയോളമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. കാരണം നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. വണ്ടി ഇവിടെ ചെന്നൈയിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇട്ടതിന് ശേഷം നാട്ടിൽ പോയിരിക്കുകയാണ്. വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കിടക്കാണ്ടായിരുന്നു. അവ ലീവിന് പോയിട്ട് വീണ്ടും തിരിച്ച് വന്ന് വണ്ടി എടുത്തു. അപ്പോൾ ഇനി നമുക്ക് ലോഡ് അവർ പറഞ്ഞിരിക്കുന്നത് നേരെ കർണൂലിലേക്കാണ്. ടയറാണ് ഇവിടുന്ന് അപ്പോളോ ടയറിൽ നിന്ന് ടയർ കയറ്റി കർണൂലിലുള്ള അവരുടെ യൂണിറ്റ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് നമുക്ക് ലോഡ് കിട്ടിയിരിക്കുന്നത്. ആക്കിയിട്ട് ഇനിയിപ്പോൾ ടയർ കയറ്റാൻ വേണ്ടി നമുക്ക് എൻട്രി ചെയ്യണം. അപ്പോൾ എൻട്രി ചെയ്യണമെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ഓഫീസിലാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ സെക്യൂരിറ്റി ഓഫീസിലേക്ക് പോയി എൻട്രി ചെയ്തിട്ട് വരാം. അപ്പോൾ വണ്ടി ഞാൻ അവിടെ നിന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടേക്കാണ്. അപ്പോളോടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് വണ്ടികൾ വേറെ കിടപ്പുണ്ട് ലോഡ് കയറ്റാൻ. ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടാണ് വണ്ടി എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റർ ചെയ്തതെന്ന് പറഞ്ഞാൽ രാത്രിയിലേ ഉള്ളൂ ലോഡ് കയറ്റത്തുള്ളൂ. ഇതിവിടെ എല്ലാം വേറെ കമ്പനികളാണ്. ഇതിൻ്റെ അപ്പുറമൊക്കെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ കമ്പനിയാണ്. അവിടെ ലോഡ് ഓരോ വണ്ടികൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അപ്പോളോയുടെ ചെന്നൈ ഗോഡൗൺ. ഇവിടെ മാത്രമല്ല വേറെ സ്ഥലത്തും ഗോഡൗൺ ഉണ്ട് അവർക്ക്, ചെന്നൈയിൽ തന്നെ. ഇവിടെ നിന്നാണ് ഇത് പെരിയപാളയം അല്ലെ പനപ്പക്ക എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് നമുക്ക് ഈ ഗോഡൗണിലാണ് ലോഡ്. വണ്ടികളെല്ലാം അവിടെ ലോഡ് കയറ്റുന്നത്. നല്ല വെയിലാണ് ഇവിടെ. നമ്മുടെ വണ്ടികളും അവിടെ ഉണ്ട്. എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. എന്തായാലും നമുക്ക് പോയി എൻ്റർ ചെയ്തിട്ട് വരാം. എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെയാണ് സെക്യൂരിറ്റിയുടെ ഓഫീസുള്ളത്. അതിൻ്റെ മെയിൻ ഓഫീസ് ഇവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല, കാരണം അവിടെ ഓരോ റൂൾസ്. നമ്മൾ പോയി എൻ്റർ ചെയ്തിട്ട് വന്നു. എൻ്റർ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാം. വണ്ടി മുഴുവൻ പൊടിയാണ്. നാട്ടിലിപ്പോൾ ഒരാഴ്ച പോയിട്ട് വന്നപ്പോൾ വണ്ടി മുഴുവൻ പൊടിയാണ്. വേറെ വണ്ടി ലോഡ് കയറ്റി പോകുന്നുണ്ട്. വണ്ടി എല്ലാം വല്ലാണ്ട് കോലം കിട്ടുക കണ്ടോ, മുഴുവൻ പൊടിയാണ്. ഗ്ലാസ് മാത്രം ഞാൻ വന്നപ്പോൾ ഒന്ന് വൃത്തിയാക്കി. എന്നാലും വണ്ടി വല്ലാതെ ഇവിടെ നല്ല വെയിലാണ്. പിന്നെ ഈ പൊടിയുള്ള കാരണം പൊടി അടിച്ചിട്ട് ഇപ്പോൾ പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും ഒന്ന് വാഷ് ചെയ്യണം വണ്ടി. അല്ലെങ്കിൽ പോയിന്റിലെത്തിയതിന് ശേഷം അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാഷ് ചെയ്യാമെന്ന് വെച്ചാൽ. എന്തായാലും നമുക്ക് വണ്ടിയെ തന്നെ വെയിറ്റ് ചെയ്യാം. വന്ന പറഞ്ഞാൽ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ നേരെ തന്നെ എടുത്ത് വെച്ച് 2 ജാറ് വെള്ളം എടുത്ത് വെച്ച്. കാരണം വെയിലായത് കാരണം വെള്ളം നമുക്ക് അർജൻറ്റാണ്. എന്തായാലും നമുക്ക് തൽക്കാലം വണ്ടിയെ തന്നെ ഇരിക്കുക. എന്തായാലും രാത്രിയിലേ ഉള്ളവർ ലോഡ് കയറ്റാൻ വേണ്ടി വിളിക്കത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ എൻ്റർ ചെയ്തെന്ന് പറഞ്ഞാൽ രാത്രിയിലേ ഉള്ളൂ ലോഡാകത്തുള്ളൂ. അപ്പോൾ വണ്ടിയിൽ നമുക്ക് കുറച്ച് നേരം ഇരിക്കുക. എന്തായാലും അതായിരിക്കും നല്ലത്. സമയം രാത്രി 11:30 ലോഡ് കയറ്റാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഡോക്ക് നമ്പർ 10 വണ്ടി കൊണ്ട് ചെല്ലാനാണ് സെക്യൂരിറ്റി വന്ന് വിളിച്ച് പറഞ്ഞത്. ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടിയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ നേരിട്ട് വന്ന് പുള്ളി പറഞ്ഞ് 10 നമ്പർ ഡോക്കിലേക്ക് കൊണ്ടിടാൻ. അപ്പോൾ 10 നമ്പർ ഡോക്ക് ഇവിടെയാണ്. ആ ട്രെയിലർ കിടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറയാണ് 10 നമ്പർ ഡോക്കെന്ന് പറഞ്ഞാൽ. അതൊക്കെ ടയറുമായിട്ട് ഇവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ നിന്ന് ടയറുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അത് ഇവിടെ തന്നെ ശ്രീപെരുമ്പത്തൂർ അല്ലെങ്കിൽ ശ്രീ സിറ്റിയിലാണ് അതിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ഡോറ് തുറക്കണം, ബാക്കിലെ ഡോറ് തുറക്കണം. അതുപോലെ ടാർപ്പ ഇട്ടൊന്ന് നോക്കണം. ടാർപ്പ അതിൻ്റെ അകത്ത് എപ്പോഴും ഞാൻ ഇട്ടേക്കും, വിരിച്ച് തന്നെ ഇട്ടേക്കും. കാരണം എന്ന് വെച്ചാൽ കണ്ടെയ്നറാണല്ലോ, നമുക്ക് മടക്കി വെക്കേണ്ട കാര്യമില്ല. ടാർപ്പ ഉണ്ടെങ്കിൽ ഇവർ ലോഡ് കയറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളുണ്ട് ഇവിടെ കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടാർപ്പ ഞാൻ അതിൻ്റെ അകത്ത് തന്നെ വിരിച്ചിട്ടേ. നമുക്ക് എന്തായാലും നമ്മുടെ ഡോറ് തുറക്കണം. തുറന്നിട്ട് ആ ഡോക്കിലേക്ക് വണ്ടി അടുപ്പിച്ച് കൊടുക്കണം. അവിടെ നമുക്ക് ഉള്ള ടയറുകൾ അവിടെ ഡോക്കിൽ റെഡി ആയിട്ടുണ്ട്. മഞ്ഞ ടാർപ്പ വിരിച്ചിട്ടുണ്ട്. കണ്ടെയ്നറിനകത്ത് ലൈറ്റ് വിട്ട് കണ്ടോ, നമ്മുടെ ഡോക്ക് അതാണ്. ആ ഗ്യാപ്പ് കാണുന്നിടത്താണ് നമ്മുടെ ഡോക്ക് എന്ന് പറഞ്ഞാൽ. അവിടെ ടയറുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. വലിയ ടയറുകളാണ്. വലിയ ടയറാണ്. ഏകദേശം 2-3 മണിക്കൂറിനുള്ളിൽ ലോഡ് കയറ്റി തീരും. വളരെ വേഗം ലോഡ് കയറ്റി തരും. അല്ലെങ്കിൽ ഇവിടെ ലേറ്റാണ്, എപ്പോഴും ലേറ്റാണ്. ലോഡ് കയറ്റാനും ബില്ല് കിട്ടാനും ഇവിടെ ഭയങ്കര ലേറ്റാണ്. നമ്മുടെ തന്നെ വേറൊരു വണ്ടി അവിടെ ലോഡ് കയറ്റി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അവിടെ ഡോക്കിൽ പിടിക്കാം. അപ്പോൾ ഡോക്കിൽ വണ്ടി പിടിച്ചിട്ടേക്കാണ്. ഇപ്പം അതുകൊണ്ട് ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് നോക്കിയാൽ ടയറുകളെല്ലാം അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ ടയറുകൾ നമ്മുടെ വണ്ടിയിലേക്ക് ഇനി കയറണം. അപ്പോൾ എന്തായാലും വണ്ടിയിൽ പോയി കിടന്ന് കുറച്ച് നേരം ഉറങ്ങാം. എങ്ങനെ പോലും 2-3 മണിക്കൂറോളം പിടിക്കും ഈ ലോഡ് കയറ്റി തരാൻ. അപ്പുറത്തെ കമ്പനിയിലും ഇതുപോലെ ലോഡിങ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിലെ നമ്മുടെ ബിസ്ക്കറ്റും അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്, ജ്യൂസും സാധനങ്ങളൊക്കെ. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ചെന്നൈയിലെ ഒരു വെയർ ഹൗസ് അതെന്ന് പറഞ്ഞാൽ അവിടെയും ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, രാത്രി 11:30 കഴിഞ്ഞ് വണ്ടികളെല്ലാവരും ലോഡ് കയറ്റുന്നുണ്ട്. ചിലരൊക്കെ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ചില വണ്ടിക്കാർ ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. എൻ്റെ തൊട്ടപ്പുറം കിടക്കുന്ന ആ 32 ഫീറ്റിൽ ആ പുള്ളിക്കാരൻ ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. ചിലരൊക്കെ ഓടി വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് മിക്കവരും ഫുഡ് കഴിക്കുന്നതൊക്കെ. അപ്പോൾ 2 ഗോഡൗണിലും
ലോഡിങ് നന്നായിട്ട് നടക്കുന്നത്. ഇവിടെ എല്ലാം 24 hours ആണ് ഈ ലോഡിങ് എന്ന് പറഞ്ഞാൽ. വിശ്രമമില്ല, ഷിഫ്റ്റ് വെച്ചിട്ടാണ് ആൾക്കാരെല്ലാം ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിൽ പോയി കിടന്ന് ഉറങ്ങാം. അപ്പോൾ സമയം രാത്രി 2:30 നമ്മുടെ ലോഡ് ആയെന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി വന്ന് വിളിച്ച്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഇതുണ്ട് ട്രാക്ടറിൻ്റെയും ടക്കിൻ്റെയും ടയറാണ് കൂടുതലും കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര സമയത്തിനുള്ളിൽ തന്നെ കയറ്റി കിട്ടിയത്. അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തെ ലോഡ് കയറ്റത്തുള്ളൂ. ഇനിയിപ്പം വണ്ടി സീൽ ചെയ്യണം, അടച്ചതിന് ശേഷം സീൽ ചെയ്യണം അവിടെ. അപ്പം ബാക്കി നമ്മൾ കഴിഞ്ഞ് അടുത്ത വണ്ടിക്കുള്ള ലോഡ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ നല്ല ഉറക്കമായിരുന്നു കിടന്ന്, പുതപ്പൊക്കെ കിടക്കുന്ന പുതച്ച് നല്ല ഉറക്കമായിരുന്നു. ഫാനൊക്കെ ഇട്ടിട്ട് അപ്പോഴാണ് സെക്യൂരിറ്റി വന്ന് വിളിച്ചത്. ലോഡായി, വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു, അടുത്ത വണ്ടി വരുന്നത്. പിന്നെ നമുക്ക് വണ്ടി എടുത്ത് ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൊണ്ട് പാർക്ക് ചെയ്യണം. ബില്ല് കിട്ടാൻ വേണ്ടി രാവിലെ ഒരു 10-11 മണിയൊക്കെ രാവിലെ കിട്ടാൻ വേണ്ടി. ഇവിടെ വല്ല ഗ്യാപ്പ് ഇവിടെ ഇല്ല. ഇവിടെ എങ്ങും ഗ്യാപ്പില്ല. എല്ലാ വണ്ടിക്കാരും കിടക്കുകയാണ്, എല്ലാവരും നല്ല ഉറക്കത്തിലുമാണ്. അപ്പോൾ നമുക്ക് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതിയെ നമ്മുടെ വണ്ടി നമ്മളെന്തായാലും രാവിലെ ഇട്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ സെക്യൂരിറ്റി റൂമിൻ്റെ അവിടെ മെയിൻ, അതായത് ഈ ഗോഡൗണിലോട്ട് കയറി വരുന്നതിൻ്റെ അവിടുത്തെ അവിടെ കൊണ്ട് ആ റൂട്ടിൽ തന്നെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്യാം. അവിടെ വേറെ വണ്ടികൾ ഇപ്പോൾ ഒന്ന് കിടപ്പുണ്ട്. ഇവിടെ എല്ലാം വണ്ടി നിറഞ്ഞ കാരണം അവിടെ ഇട്ടിരിക്കുന്നുണ്ട് വണ്ടികൾ. എന്നാലും അവിടെ ഗ്യാപ്പ് കാണും. ആ റോഡിൽ എങ്ങോട്ടേലും മാറ്റിയാണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാം. ഇതെല്ലാം നോർത്ത്, ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നോർത്തിൽ നിന്ന് വന്നിട്ട് കിടക്കുന്നതാണ്. അവരൊക്കെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കറങ്ങി തിരിഞ്ഞ് ഒരു സമയത്തെ തിരിച്ച് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഡോക്കുണ്ട്, അവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ടയറുകളൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വണ്ടിക്ക് വേണ്ടിയുള്ള ടയറുകൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ചില വണ്ടികൾക്കെല്ലാം ലോഡ് കയറ്റുന്നതും കാണാം. അപ്പോൾ നമുക്കെന്തായാലും അവിടെ റോട്ടിൽ പോയിട്ട് കിടക്കാം. എങ്ങനെ പോയാലും രാവിലെ ഒരു 11 മണിയൊക്കെ കഴിയാതെ കൊണ്ട് ബില്ല് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇപ്പോൾ വലിയ ടയറുകളാണ് കയറ്റിയിരിക്കുന്നത്. അത് കാരണം ചിലപ്പം നേരത്തെ കിട്ടിയെന്ന് പറയാം. എന്തായാലും നേരം വിളക്കും. ഇപ്പോൾ തന്നെ 2:30 കഴിഞ്ഞ സമയം. പകുതി ഉറക്കത്തിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് തന്നെ. നല്ല രീതിയിൽ ഉറങ്ങി വന്നപ്പോഴാണ് കേട്ടോ സെക്യൂരിറ്റി വന്ന് വിളിച്ചത്. എന്തായാലും നമുക്കിനി ഇങ്ങോട്ട് ഈ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാം. നമ്മുടെ തന്നെ ഒരു വണ്ടി സിംഗാളിൻ്റെ വണ്ടി കിടപ്പുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ തന്നെ ഒരു വണ്ടി ലോഡ് കയറ്റി കിടപ്പുണ്ട്. എല്ലാവരും ഉറക്കാം. അപ്പോൾ ഇനി ഇവിടെ നിർത്തിയിടാം. ഇനിയിപ്പോൾ രാവിലെ ബില്ല് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ കിടന്ന് ഒന്ന് ഉറങ്ങാം. അപ്പോൾ നേരം വെളുത്ത് മണി 10:30 കഴിഞ്ഞ് 2:30 ആയപ്പോൾ 2:30 കഴിഞ്ഞപ്പോൾ കിടന്ന് ഇപ്പോഴാണൊന്ന് എണീറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെയിലെടുത്താണ് മുഖത്തോട്ട് അടിച്ചുകൊണ്ടാണ് ഉറങ്ങിയത്, എണീറ്റത്. ഇത്ര നേരം സമയം ഇത്രയൊന്നും അറിഞ്ഞില്ല. എന്തായാലും 2 ഗ്ലാസ് അടച്ചൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ വണ്ടി എപ്പോൾ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ടിയുടെ ഗ്ലാസ് അടച്ചിട്ടിട്ടേ കിടന്ന് ഉറങ്ങാറുള്ളൂ. കാരണം അത് ശീലമായി പോയി. കാരണം മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കിടക്കുമ്പോഴും സേഫ്റ്റി കാരണം ഉണ്ടോ വണ്ടി മുഴുവനും ഗ്ലാസ് കുഴപ്പമില്ല, ബാക്കിയെല്ലാം പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാനേജർ പയ്യനും അതുപോലെ നമ്മുടെ ഡ്രൈവർമാരും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അവരവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വേറെ വണ്ടിയുടെ ബില്ല് കൊടുക്കുകയെന്ന് തോന്നുന്നു. നടുക്കിരിക്കുന്ന ചുമല ഷർട്ടിട്ട ആളാണ് നമ്മുടെ മാനേജർ പയ്യൻ എന്ന് പറഞ്ഞാൽ. 2 മാനേജർമാരുണ്ട്, ഒന്ന് കണ്ണണ്ണനുണ്ട്, പിന്നെ ഇവനും ഉണ്ട്. അപ്പോൾ കണ്ണണ്ണൻ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ്. കണ്ണണ്ണനുള്ള ബില്ല് കിട്ടി. ഇനി സെക്യൂരിറ്റി റൂമിൽ നിന്ന് ഒരു സീലൊക്കെ അടിച്ച് തന്നിരിക്കുകയാണ്. സീലൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബില്ല് എടുത്തുകൊണ്ട് നേരെ ട്രാൻസ്പോർട്ട് റൂമിൽ കൊണ്ട് കൊടുക്കണം. ഇനി അവിടെ നിന്ന് അവർ കുറേ എഴുത്തുകുത്തുകളൊക്കെ ഉണ്ട്, അതിന് ശേഷമേ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ നേരെ ട്രാൻസ്പോർട്ട് റൂം ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ ലാസ്റ്റ് സ്ഥലത്താണ് ട്രാൻസ്പോർട്ട് റൂം വരുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് ബില്ല് കൊടുത്ത് അവിടെ നിന്ന് അവർ എഴുതിയതിന് ശേഷം നമുക്ക് ഔട്ട് ചെയ്ത് തരണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ട്രാൻസ്പോർട്ട് റൂം അവിടെയാണ്. നേരെ നമുക്ക് ട്രാൻസ്പോർട്ട് റൂമിൽ കൊണ്ട് ബില്ല് കൊടുക്കാം. ഇതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് റൂം. അപ്പോൾ ഞാനിത് കൊണ്ട് കൊടുത്ത് അവിടുത്തെ എൻ്റർ ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ബില്ല് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നേരെ കർണൂലിലേക്കുള്ള യാത്ര തുടങ്ങാം. എങ്ങനെ പോയാലും നാളെ വൈകുന്നേരം ആവും കർണൂലിൽ എത്തുമ്പോൾ. കാരണം ഞാൻ അധികം സ്പീഡിലൊന്നും പോകാറില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ എങ്ങനെ പോയാലും നാളെ വൈകുന്നേരം ആവും കർണൂലിൽ ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മൾ അപ്പോളയിൽ നിന്ന് കർണൂലിലേക്കുള്ള യാത്ര നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂട്ട് വരുന്നത് നേരെ പെരിയവാളയത്ത് നിന്ന് ഊതുക്കോട്ട വരും. ഊതുക്കോട്ട കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആന്ധ്രാപ്രദേശാണ് വരുന്നത്. ആന്ധ്രാപ്രദേശിൽ നമ്മൾ പുത്തൂർ ആദ്യം കയറും. അത് കഴിഞ്ഞ് റെനിഗുണ്ട കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ തിരുപ്പതിയുടെ ഔട്ടർ സൈഡാണ്. അത് കഴിഞ്ഞാൽ കൊടൂർ, പിന്നീട് പുല്ലമ്പേട്ട്, നമ്മുടെ പിന്നെ രാജംപേട്ട് എന്ന് പറയുന്ന സ്ഥലം വരും. അത് കഴിഞ്ഞാൽ നന്ദലൂർ, പിന്നെ വൊണ്ടിമിട്ട, അവിടെ ഒരു പ്രശസ്തമായ ടെമ്പിളൊക്കെ ഉള്ളതാണ്, നമുക്ക് പോകുന്ന വഴിക്ക് അത് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കടപ്പയിലേക്കായിരുന്നു. കടപ്പയിൽ നിന്ന് പിന്നെ റായൽസീമ എക്സ്പ്രസ് വേയിലൂടെ കയറിയിട്ട് നമ്മൾ ചെന്നൂർ, മൈഡുക്കൂർ വഴിയിട്ട് ദുവ്വൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വരും. ദുവ്വൂർ, കടപ്പയിൽ നിന്ന് റൈറ്റ് കയറി ദുവ്വൂർ എന്ന് പറയുന്നത്. ദുവ്വൂർ എന്ന് പറഞ്ഞാൽ ചെങ്ങലമാരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് നന്ദ്യാല എന്ന് പറയുന്ന മെയിനായിട്ടുള്ള ടൗൺ വരും. നന്ദ്യാലയിൽ നിന്ന് പന്യം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പന്യത്തിൽ നിന്ന് ഒർവെക്കലിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ പോയിട്ട്
നേരെ നന്നൂർ വരും. നന്നൂർ കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമ്മൾ NH44 കയറുകയാണ് ചെയ്യുന്നത്. NH44 ബാംഗ്ലൂർ പോകുന്ന ആ വഴിയിലൂടെ കയറിയതിന് ശേഷം ആ NH44 കറക്റ്റ് കർണൂലാണ്. നന്നൂർ കഴിഞ്ഞാൽ പിന്നെ കർണൂരാണ്. ആ കർണൂൽ സിറ്റിയിലേക്കാണ് പിന്നീട് നമ്മൾ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റൂട്ടെന്ന് പറഞ്ഞാൽ. ഏകദേശം 400 സംതിങ് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. നമ്മൾ എങ്ങനെ പോലും ഒരു 7 മണിക്കൂറാണ് മാപ്പിലുള്ളത്. പക്ഷേ അതിലും കൂടുതൽ നമ്മൾ സമയം എടുക്കും അവിടെ ചെല്ലാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പറഞ്ഞാൽ ഓരോരോ വെയർ ഹൗസുകൾ. ഇതൊരു വെയർ ഹൗസുകൾ, ഒരുപാട് വെയർ ഹൗസുകളുള്ളൊരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ. ഓരോ കമ്പനികളുടെ, മൾട്ടിനാഷണൽ കമ്പനികളുടെ, അതുപോലെ ഒരുപാട് കമ്പനികളുടെ വെയർ ഹൗസുകളുണ്ട്. അവിടെയൊക്കെ ലോഡ് ഇറക്കാൻ കിടക്കുന്ന ഈ വണ്ടികളാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഒരു 404 സംതിങ് കിലോമീറ്റർ മേളിലുണ്ട് അങ്ങോട്ടേക്ക്, ഈ പറയുന്ന കർണൂലിലേക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ കണ്ടിന്യൂസ് യാത്രയൊന്നുമല്ല. വൈകിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ കടപ്പയിൽ അങ്ങോട്ടേക്ക് വൈകുന്നേരം നല്ല മഴയാണെന്നാണ് അവിടുന്ന് അങ്ങോട്ട് പോയ വണ്ടിക്കാർ പറഞ്ഞത്. കാരണം ഈ നമ്മുടെ തിരുപ്പതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റാണ് പിന്നെ അങ്ങോട്ടേക്ക് കടപ്പ വരെ. ആ ഫോറസ്റ്റിൽ നല്ല കൊടുങ്കാറ്റാണെന്ന് അവർ വണ്ടിക്കാർ വിളിച്ച് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം പോകുമ്പോൾ പറയും ഇവിടെ നല്ല വെയിലാണ്, അങ്ങോട്ടേക്ക് ചെല്ലും പറയും അവസ്ഥ എന്തായിരിക്കും എന്ന്. അതുപോലെ നമ്മുടെ കർണൂലിൽ പോകുന്ന വഴിക്ക് കടപ്പ ഫോറസ്റ്റിലും, തിരുപ്പതി ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് കടപ്പ ഫോറസ്റ്റിലും നല്ല മഴയാണ് വൈകുന്നേരം, നല്ല കാറ്റുമാണെന്നാണ് പറഞ്ഞത്. ഇന്നലെ പോയ വണ്ടിക്കാർ ഞാൻ ചിലരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നല്ല മഴയാണ്, മരയൊക്കെ വീഴുന്നതാണ്, സൂക്ഷിച്ച് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വണ്ടികൾ ഒരുപാടുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോരാവുള്ളൂ, അല്ലെങ്കിൽ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും കുഴപ്പമില്ല, എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം. ഒരു 13 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ആന്ധ്രയിലെത്തി. ആന്ധ്ര ബോർഡറാണ്, തമിഴ്നാട് ആന്ധ്ര ബോർഡറാണ്. ഇവിടുന്ന് 13 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ഈ ഊതുക്കോട്ട എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞാൻ പോകുന്ന മെയിനായിട്ടുള്ള സിറ്റികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 13 കിലോമീറ്ററിനുള്ളിൽ ഇവിടുന്ന് നേരെ ഇപ്പം മെയിൻ റോഡിൽ കയറി കഴിഞ്ഞാൽ പരിയപാളയം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തണ്ടലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. തണ്ടലം ഗ്രാമങ്ങളാണ്, ചെറിയ ചെറിയ ഗ്രാമങ്ങളെല്ലാം. പിന്നെ ശൂളമേനി എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. അതുപോലെ ലച്ചിവാക്കം, അതുപോലെ പാലവാക്കം, പിന്നെ എല്ലംപേട്ട, ഇതെല്ലാം ഗ്രാമങ്ങളാണ്, കൃഷി ചെയ്യുന്ന ഗ്രാമങ്ങളാണ്. എല്ലംപേട്ട കഴിഞ്ഞിട്ടാണ് പിന്നെ ഊതുക്കോട്ട വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ഇതിപ്പോൾ മെയിനായിട്ടുള്ള ആ റോഡ് സൈഡ് നമ്മൾ പാസ് ചെയ്ത് പോകുന്ന ഗ്രാമങ്ങളാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നേരെ മുമ്പിലൂടെ പോകുന്ന ആ റോഡാണ് നമ്മുടെ തിരുപ്പതിക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ആണ്. ചെന്നൈയിൽ നിന്ന് തിരുപ്പതിക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ആണ് നമ്മുടെ മുമ്പിലൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ മെയിൻ ഗേറ്റിലെത്തി. മെയിൻ ഗേറ്റിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് കൊൽക്കത്ത ഹൈവേയിലേക്ക്, ചെന്നൈ കൊൽക്കത്ത ഹൈവേയിലേക്ക്. അതിലൂടെ നമ്മൾ പോയിട്ടുണ്ട്, നേരത്തെ നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റാണ്, ഇവിടുന്ന് റൈറ്റ് പോകുന്നതാണ് തിരുപ്പതിക്ക് പോകുന്നത്. അപ്പോൾ റൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ പെരിയപാളയം ജംഗ്ഷനിലെത്തും. പെരിയപാളയം ജംഗ്ഷനിൽ നിന്ന് പിന്നെ നമുക്ക് ലെഫ്റ്റ് എടുത്ത് ഊതുക്കോട്ട ആന്ധ്രാപ്രദേശിൻ്റെ ബോർഡറിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ വണ്ടിയും റൈറ്റിലേക്കാണ് തോന്നുന്നത്. അതിന് റൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മുടെ തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സാണ് ആ പോകുന്നത്. നമ്മുടെ KSRTC പോലെ TNSTC അല്ലേ, ഇവിടെ വേറെ എന്താ TNSTC ഉണ്ട്, അതും സ്റ്റേറ്റ് ബസ്സാണ്. SCTC ഉണ്ട്, TNSTC ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ചില വണ്ടികളുണ്ട്, അതിലൊന്നും പേരൊന്നും കാണാറില്ല. ചുമല ബസ്സുണ്ട്, റോസ് കളറുള്ള ബസ്സുണ്ട്, പിന്നെ പച്ച കളറിലെ സ്റ്റേറ്റ് ബസ്സുണ്ട്, പല നിറത്തിലുള്ള ബസ്സുണ്ട്. എല്ലാം നമ്മുടെ നാട്ടിലെ ഓർഡിനറിയോ ഫാസ്റ്റോ അങ്ങനെയൊക്കെ ആയിരിക്കും അതിനൊക്കെ തരംതിരിച്ചേക്കുന്നത്. ഈ റോസ് കളറിൽ ഇവിടുന്ന് ബസ്സിൽ ഈ നമ്മുടെ ലേഡീസിന് യാത്ര ഫ്രീ ആണെന്നാണ് കേട്ടത്. അവർക്ക് അതിന് പൈസ കൊടുക്കേണ്ടതെന്നാണ് കേട്ടേക്കുന്നത്, അറിയത്തില്ല, ഇവിടെ പറഞ്ഞു കേട്ടേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ പെരിയപാളയത്തേക്ക്. ഇന്നിപ്പോൾ ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരക്ക് വളരെ കുറവ്. ഇതാണ് പെരിയപാളയം ജംഗ്ഷനാണ് ഇതിന് മെയിൻ. ഈ ഇരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കടകളിലൊക്കെ ബാക്ക് സൈഡിൽ ഒരു ക്ഷേത്രമുണ്ട്, വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഈ പെരിയപാളയത്ത്. ഒരുപാട് ആളുകൾ പല നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഈ ക്ഷേത്രത്തിൽ. ഇവിടെ എപ്പോഴും കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്, ഇത് കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. പച്ചക്കറിയുണ്ട്, അതുപോലെ മാലകളുണ്ട്, അത് പേരക്കയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നവരുണ്ട്, ചട്ടിയും കലമൊക്കെ വിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് നല്ല ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഉച്ച സമയം കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ വളരെ കുറേ. എന്നാലും അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ ബ്ലോക്ക് ഏകദേശമൊക്കെ കുറഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്, ഒരു രക്ഷയും നമുക്ക് നിന്ന് തിരിയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ. ഒരേ സമയം ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ റോട്ടിൽ കൂടെ, ഇവിടെ റോട്ടിൽ ചില സമയത്ത് ബ്ലോക്കിൽ പെട്ട് കിടക്കാൻ നേരത്ത് കാണും ഒരുപാട് ഈ വധൂവരന്മാർ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അവരുടെ ബന്ധുക്കളുമൊക്കെ ആ ക്ഷേത്രത്തിലേക്ക് വിവാഹത്തിന് വേണ്ടി പോകുന്നതാണ്. അത്രയ്ക്ക് പ്രശസ്തമായ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഈ സ്ഥലം പെരിയപാളയം എന്നാണ് ഈ സ്ഥലം.
കണ്ടോ പച്ച ബസ് വരുന്നുണ്ട് തമിഴ്നാട്. ഞാൻ പറഞ്ഞില്ലേ AC തമിഴ്നാട് സർക്കാരിൻ്റെ ഓരോ കളറുള്ള ബസ്. ഇപ്പോൾ ഒരു പച്ച ബസ്സാണ്, അത് ലോക്കൽ സർവീസാണെന്ന് തോന്നുന്നു. അപ്പം നമുക്കെന്തായാലും മുമ്പോട്ടേക്ക് പോകാം. ഇന്നിപ്പോൾ ചൂടായതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ റൂട്ടിൽ നല്ല തിരക്ക് കാണുന്നതാണ്. ഇതിപ്പം തിരുപ്പതിക്ക് പോകുന്ന മെയിനായിട്ടുള്ളൊരു സ്റ്റേറ്റ് ഹൈവേ ആണ്. വീതി ഇല്ലെങ്കിലും ഇത് മെയിനായിട്ടൊരു ഇനി അങ്ങോട്ട് യാത്ര മുഴുവനും ഗ്രാമങ്ങളിലൂടെയാണ്. ഇതൊക്കെ ഒരു കാലത്ത് വയലായി കിടന്നിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ പിന്നീട് നികത്തി ഇതുപോലെ കടകളും കാര്യങ്ങളൊക്കെ വന്നതാണ്. നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോഴും ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ മനസ്സിലാകും, തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ റോഡിൻ്റെ തൊട്ട് സൈഡ് ഒരു സൈഡിലുണ്ട് പാടങ്ങളുണ്ട്, വയലുകൾ. ചെറിയ രീതിയിൽ ഇപ്പോൾ വയലുകളുള്ളൂ, ബാക്കിയെല്ലാം നികത്തപ്പെട്ട്. ഇതുപോലെ എനിക്ക് തോന്നുന്നു റിയൽ എസ്റ്റേറ്റുകാരും ആൾക്കാരൊക്കെ ആയിരിക്കും ഇത് വാങ്ങിയതിന് ശേഷം പിന്നീട് ഇത് നികത്തിയതായിരിക്കണം. പോകുന്ന വഴിക്ക് ഒരുപാട് വയലുകൾ ഇതുപോലെ നികത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ നമ്മുടെ CPMകാരൊക്കെ കൊണ്ടുപോയി കൊടി കുത്തും വയൽ നികത്തി കഴിഞ്ഞാലോ കാര്യങ്ങളൊക്കെ. ഇവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ കാര്യത്തിലൊക്കെ അവരെ അഭിനന്ദിക്കേണ്ടതാണ്. ഇവിടെ എന്നൊക്കെ പറഞ്ഞ ഇതുണ്ട്, ഇതൊക്കെ ഒരു കാലത്ത് മുഴുവനും വയലുകളായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം ഇങ്ങനെ വയലുകൾ നികത്തിക്കൊണ്ടിരിക്കുന്ന കാണാം. പിന്നെ വയലിൽ നിന്ന് ഈ മണ്ണെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വയലിൻ്റെ അടിയിലുള്ള മണ്ണ്, ചിലപ്പോൾ മണ്ണിൻ്റെ ഒരുപാട് ശേഖരം കാണാം ആ സ്ഥലങ്ങളിലൊക്കെ. അത് നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാണാം. ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിനോട് ചേർന്ന് തന്നെ പാടങ്ങൾ, നെല്ല് വിളഞ്ഞ് നിൽക്കുന്ന, അല്ല നെല്ല് വിളഞ്ഞല്ല, ഈ ഇതുപോലെ ഞാറ് നട്ടേക്കുന്ന പാടങ്ങൾ നമുക്ക് ഈ തൊട്ട് സൈഡിൽ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടോ, അത് നികത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊരു വയലാണ്. ഈ വയൽ ഇപ്പോൾ കുറച്ച് ഇത് ഒരു 5-10 വർഷം കഴിയുമ്പോൾ പിന്നെ ഈ വയൽ ഒരിക്കലും കാണാൻ വേണ്ടി നമുക്ക് വരുന്നത്. കാരണം ഇപ്പം തന്നെ പോകുന്ന വഴിക്ക് അവിടെ റോഡിന് വീതി കൂട്ടുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ, 10 വർഷം വേണ്ട, അതിനുള്ളിൽ തന്നെ ഇതൊക്കെ ഇല്ലാതായിപ്പോൾ. ഇപ്പം തന്നെ ഉണ്ട് പുതിയ കടകളും കാര്യങ്ങളൊക്കെ ആ വയലിൽ തന്നെ വന്ന്. അപ്പോൾ ആൾക്കാരൊക്കെ ഇത് കൃഷി ചെയ്യാൻ മടിയായിരിക്കും. അതുകൊണ്ടായിരിക്കും വിറ്റതിന് ശേഷം റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ വിൽക്കുമ്പോൾ അവരത് വാങ്ങിയിട്ട് ഇതുപോലെ ഓരോ സംഭവങ്ങൾ പറയും. ചേച്ചിമാരൊക്കെ വഴി സൈഡിൽ നിന്ന് എന്നൊക്കെ വിൽക്കുന്നുണ്ട്. അത് പൂവാണ് വിൽക്കുന്നത്, പൂവ് വിൽക്കുന്ന ചേച്ചിമാരാണ്. അവർ തന്നെ ഇവിടെ കൃഷി ചെയ്ത പൂവായിരിക്കും അത് വിൽക്കുന്നതെന്ന് പറയും. ഇപ്പോൾ അവിടെ ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിലേക്ക് ആരിലൊക്കെ കാറയിലൊക്കെ പോകുമ്പോഴേ, കല്യാണത്തിനാണല്ലോ, ഇപ്പം ദേവനും ദേവിക്കൊക്കെ നേർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ചാർത്താൻ വേണ്ടിയായിരിക്കും ഈ പൂവ് അവിടെ നിന്ന് വിൽക്കുന്നത്. അവിടെ പോയി വാങ്ങുന്നതിന് വരെ ഇവരുടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയായിരിക്കും. ഒരു ബിസിനസ് തന്ത്രം, സ്വന്തം വീട്ടിൽ കൃഷി ചെയ്തിട്ട് അത് വിൽക്കുന്ന ഒരു ബിസിനസ് തന്ത്രം. അപ്പോൾ കെട്ടിടങ്ങളൊക്കെ വയലിൽ നികത്തി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇതുണ്ടോ, ഒരു കെട്ടിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും വയലിൽ തന്നെ ഇരിക്കുന്നത്, അതിനോട് ചേർന്ന് അടുത്തൊരു വയൽ കാണാം. ഇപ്പോൾ തന്നെ ഇവിടെ നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ, മണ്ണിട്ട് ആ വയൽ ഓരോന്നായിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇവിടെ സർവ്വസാധാരണമാണ്. ആ വികസനം വേണം, മനുഷ്യന് വികസനം വേണം. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ടൊന്നും ഇതൊന്നും ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ പെരിയവാളയം കഴിഞ്ഞ് തണ്ടളവും ഷൂളമേനയും കഴിഞ്ഞ് ലച്ചിവാക്കം എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ലച്ചിവാക്കം ഇത് കഴിഞ്ഞിട്ടാണ് പാലവാക്കം ഉണ്ട്, അത് കഴിഞ്ഞാൽ എല്ലമ്പട്ടെ, അത് കഴിഞ്ഞിട്ടാണ് ഉതുക്കോട്ട വരുന്നത്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചോളം കൃഷി ചെയ്തേക്കുന്നതാണ്. നെല്ലും ചോളവും എല്ലാം ഇടവിട്ടുള്ള കൃഷിയാണ് ഇവിടെ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ. പിന്നെ ഗ്യാപ്പുള്ള സ്ഥലത്ത് അവർ ഈ വെള്ളരി ഉണ്ടല്ലോ, വെള്ളരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലുതല്ല, നീളത്തിലുള്ള വെള്ളരി ഉണ്ട്. നമ്മൾ ഈ വെറുതെ കടിച്ചു തിന്നുന്ന സാധനം, അത് അങ്ങനത്തെ വെള്ളരി ഉണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അതുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്, ഇടവിട്ടുള്ള കൃഷികൾ കാണാം ഇവിടെ. ചോളമുണ്ട്, അതുപോലെ കരിമ്പിൻ്റെ കൃഷി ഇടയ്ക്കുണ്ട്, പിന്നെ വാഴയുടെ കൃഷിയുണ്ട്, വാഴ കൃഷി, കപ്പയുടെ കൃഷിയുണ്ട്. അങ്ങനെ പലവിധ കൃഷികൾ ഇടവിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പോകും. അപ്പോൾ ഇതിപ്പോൾ ലച്ചിവാക്കം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കൂടെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ റോഡെല്ലാം അവർ പൊളിച്ചിട്ടേക്കാണ്, ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ തിരുപ്പതിക്കുള്ള വഴിയുടെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അത് കാരണം അതിൻ്റെ ആ മേളത്തെ ഇത് മറ്റേ റോഡ് പൊളിക്കുന്ന ഒരു മെഷീനുണ്ട്, അത് വെച്ചിട്ട് അവർ പൊളിച്ചിട്ടേക്കാണ്. റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലച്ചിവാക്കത്തിലൂടെയുള്ള യാത്രയിലാണ്. ലച്ചിവാക്കം ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്.
അങ്ങനെ നമ്മൾ എല്ലംപെട്ട എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലച്ചിവാക്കം കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള പാലവക്കമായിരുന്നു. പാലവക്കം കഴിഞ്ഞിട്ട് എല്ലംപെട്ട എന്ന് പറയുന്ന ഗ്രമത്തിലേക്ക് കിടക്കുന്ന സ്ഥലമാണ്. ഈ പമ്പുംകട കഴിഞ്ഞാൽ പിന്നെ എല്ലംപെട്ടയാണ് വരുന്നത്. ഇതും രണ്ട് സൈഡിലും വയലുകളാണ്. നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ഒരുപാട് ദൂരത്താണ്, നോക്കത്താ ദൂരത്തോളം നമുക്ക് വയലുകൾ കാണാം. ഇതിൻ്റെ അകത്ത് ഈ സൈഡിലൊക്കെ നിൽക്കുന്നത് മുഴുവനും ഈ നമ്മുടെ നെൽകൃഷിയാണ്. പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇടവിട്ടുള്ള കൃഷികളൊക്കെ ഇപ്പോൾ കരിമ്പാണേൽ കാണാം, അതുപോലെ തന്നെ മറ്റ് പച്ചക്കറി ഐറ്റംസൊക്കെ ആണെങ്കിലും കൃഷി ചെയ്യുന്ന കാണാം. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മുടെ എല്ലംപെട്ട ഗ്രാമം തുടങ്ങുന്നത്. എല്ലംപെട്ട കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന മെയിനായിട്ടുള്ള ഊതുക്കോട്ടയാണ്. ഊതുക്കോട്ടയാണ് ഇവിടുന്ന് വരുമ്പം എല്ലംപെട്ടയുടെ ബോർഡ് കണ്ടോ. അടുത്ത് ഇനി ഊതുക്കോട്ടയായിരുന്നു. ഊതുക്കോട്ട എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ, അതായത് നമ്മുടെ പെരിയപാളയം കൂടി തിരുപ്പതി പോകുന്ന വഴിയിൽ തമിഴ്നാടിൻ്റെ ലാസ്റ്റ് വില്ലേജാണ് അത് വരുന്നത് പറഞ്ഞാൽ. ആന്ധ്രയുമായിട്ട് ബോർഡർ പങ്കുചെയ്യുന്ന ലാസ്റ്റ് വില്ലേജാണ് ഈ ഊത്തുക്കോട്ട എന്ന് പറഞ്ഞാൽ. ഊത്തുക്കോട്ട ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100-200 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ആന്ധ്രാപ്രദേശ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യത്തെ സ്ഥലമായിട്ടുള്ള എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു പോയി. സുരുട്ടപ്പള്ളിയാണോ അതോ അല്ല, ദാസ്കുപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പോയിട്ടുണ്ടായില്ലേ. അങ്ങനെയുള്ള സ്ഥലം അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാം. അപ്പം ഇതിവിടെ കഴിഞ്ഞാൽ ഇനി അടുത്തത് ആന്ധ്ര ബോർഡറാണ് വരുന്നത്. ഈ എല്ലംപെട്ട കഴിഞ്ഞാൽ ഊതുക്കോട്ട കഴിഞ്ഞാൽ ആന്ധ്ര ബോർഡറാണ് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഓട്ടോയിൽ ഇവിടെ തമിഴ്നാട്ടിലെ ആൾക്കാർ പോകുന്നൊരു രീതി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ സർവ്വസാധാരണമാണ്. ഒരുപാട് തവണ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഓട്ടോയുടെ പുറകിൽ ചേച്ചിമാരൊക്കെ ഇരുന്ന് പോകുന്നുണ്ടോ. അതായത് ആ ഓട്ടോയിൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് തന്നെ എണ്ണാൻ കഴിയത്തില്ല. ഒരു 10 ആളിന് മേളിൽ ഇപ്പോൾ ഓട്ടോറിക്ഷയിലുണ്ട്. അതിൻ്റെ അകത്ത് ഡ്രൈവർ ഞാൻ നോക്കട്ടെ, ഡ്രൈവറെ കാണിച്ചു തരാം. ഡ്രൈവർ ഏതാണെന്ന് പോലും അറിയത്തില്ല. ഡ്രൈവറുടെ സീറ്റിൽ തന്നെ ഒരു 3-4 പേരോളം ഇരിപ്പുണ്ട്. ബാക്ക് സൈഡിൽ ഇപ്പോൾ തന്നെ 3 പേരുണ്ട്. ഇവരൊക്കെ എനിക്കൊന്ന് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്കോ അല്ലെ അവരുടെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന, ജോലി കഴിഞ്ഞിട്ട് പോകുന്നവരാണ്. കയ്യിൽ കൊട്ടയം മട്ടിയിരിക്കുന്നുണ്ടോ. ആ ഡ്രൈവറുടെ സീറ്റിൽ തന്നെ എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുപോലെയൊക്കെയാണ് ഇവിടുത്തെ ജീവിത രീതി എന്ന് പറഞ്ഞത്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടി ഒരിക്കലും കഴിയത്തില്ലാത്ത കാഴ്ചയല്ല. ഷെയർ ഓട്ടോകളാണ് അതൊക്കെ. പക്ഷെ അവർ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നുമെങ്കിലും അവർ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ കേരളം വിട്ട് കഴിഞ്ഞാലുള്ള നമ്മുടെ തമിഴ്നാട്ടിലോ ആന്ധ്രയിലും മറ്റ് സ്റ്റേറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ. അപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞ് ഊത്തുക്കോട്ട ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ടൗണിലോട്ട് എൻ്റർ ചെയ്യുന്ന ഊത്തുക്കോട്ടയുടെ മെയിനായിട്ടുള്ളൊരു ഭാഗമാണിത്. ഊത്തുക്കോട്ട ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ റെഡ് ബിൽഡിങ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്. ഊത്തുക്കോട്ട പോലീസ് സ്റ്റേഷനാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ഗേൾസ് സ്കൂളാണ്. അതെ, ഗേൾസ് സ്കൂളാണ് ലെഫ്റ്റ് സൈഡിൽ. ഊത്തുക്കോട്ട ഒരു ചെറിയൊരു ടൗണാണ്. നമ്മുടെ തമിഴ്നാടും ആന്ധ്രയും ബോർഡർ പങ്കിടുന്ന ബോർഡർ വില്ലേജാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇത് കഴിഞ്ഞ് ഇത് തമിഴുമുണ്ട് തെലുങ്കുമുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ നമുക്ക് നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് ഭാഗ്യത്തിന് നമുക്ക് തിരക്ക് കിട്ടില്ല. ഇവിടെ നമുക്ക് ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്ന വീഡിയോ ഞാനിടാം. കാരണം രണ്ട് ടേസ്റ്റാണ് ഇവിടെ ഫുഡ് എന്ന് വെച്ചാൽ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആന്ധ്ര ഫുഡും കിട്ടും. ആന്ധ്ര മീൽസും ഉണ്ട്, തമിഴ്നാട് മീൽസും ഉണ്ട്. രണ്ടിനും 2 ടേസ്റ്റാണ്. രണ്ടും അധികം അപ്പുറം ഇപ്പുറം ദൂരങ്ങളില്ലാത്ത കാരണം 2 സ്റ്റേറ്റിൻ്റെ ടേസ്റ്റ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഊത്തുക്കോട്ട ടൗണാണ് ഇതെന്ന് പറഞ്ഞാൽ. അധികം തിരക്കൊന്നും ഈ സമയത്തില്ല, പക്ഷേ വൈകുന്നേര സമയങ്ങളിൽ നല്ല തിരക്കുള്ളൊരു ടൗണാണ് ഈ ഊത്തുക്കോട്ട ടൗൺ എന്ന് പറഞ്ഞാൽ. ആന്ധ്രയിൽ നിന്നുള്ള മെയിനുള്ള എൻട്രൻസാണ് ഈ ചെന്നൈക്ക് പോകുന്ന തിരുപ്പതി വരുന്ന വഴിയിലുള്ള മെയിൻ എൻട്രൻസാണ് ഇതെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ഈ വഴി സൈഡിൽ വരുന്ന ആളുകൾ ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇപ്പം നമുക്ക് എന്തോ ഭാഗ്യമുണ്ട്. എന്തായാലും ഇപ്പം ഇത്തവണ തിരക്കൊന്നുമില്ല, റോഡ് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. എന്നാലും ഇതുകൊണ്ട് ആളുകളൊക്കെ കൊണ്ട് വണ്ടി നിർത്തിയിട്ടേക്കുന്നുണ്ട്. റോഡിൻ്റെ പകുതി സൈഡിലാണ് ഈ കാറും ബൈക്കും എല്ലാം കൊണ്ടിട്ടേക്കുന്നത്. ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ട്രാഫിക് റൂൾസ് ഒന്നും അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല. റൂൾസ് ഉണ്ട്, പക്ഷേ അത് പേപ്പറുകളിൽ മാത്രമുള്ളതെന്നുള്ളൂ. അപ്പോൾ ഊത്തുക്കോട്ട ജംഗ്ഷനാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്ന ഇത് 2-4 കൂടിയ ജംഗ്ഷൻ. പക്ഷേ വഴി എങ്ങോട്ടൊക്കെയാണെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ട് നേരെയാണ്, സ്ട്രെയിറ്റ് ആണ് തിരുപ്പതിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വെച്ചിട്ട്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമിഴ്നാടിനോട് ബൈ പറഞ്ഞിട്ട് നേരെ ആന്ധ്രാപ്രദേശിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വുമൺ പോലീസ് സ്റ്റേഷനാണ്, വനിതാ പോലീസ് സ്റ്റേഷനാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ DYSPയുടെ ഒരു ഓഫീസും കൂടെ ഇവിടെ വരുന്നുണ്ട്. DYSP ഓഫീസും വനിതാ പോലീസ് സ്റ്റേഷനും ഒക്കെ കൂടിയ ഒരു സ്ഥലമാണ്. മാത്രമല്ല RTOയുടെ ചെക്ക് പോസ്റ്റ് കുറച്ചൊരു 200 മീറ്ററോളം മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തമിഴ്നാട് RTOയുടെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 100 മീറ്ററും കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിൻ്റെ RTOയുടെ
ഇത് വരെ നമ്മുടെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. ഇവിടെ നിന്നുണ്ട് പോലീസ് പിടിച്ചിട്ടാന്ന് തോന്നി വണ്ടികൾ. ഇത് പോലീസ് സ്റ്റേഷനാണ്, ഞാൻ പറഞ്ഞില്ലേ വനിതാ പോലീസ് സ്റ്റേഷനാണ്, DYSP ഓഫീസാണ് അതെന്ന് പറഞ്ഞാൽ. അവിടെ പോലീസുകാർ പിടിച്ചിട്ടേക്കുന്ന ആണെന്ന് തോന്നുന്നു, ആ ലോറികളൊക്കെ ട്രെയിലറൊക്കെ പിടിച്ചിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തമിഴ്നാടിനോട് ബൈ ബൈ പറയാൻ വേണ്ടി സമയമായിരിക്കുകയാണ്. ഇവിടെ ഒരു ക്ഷേത്രം നമ്മളിപ്പോൾ കടന്നു പോയി. പക്ഷേ അത്ര വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണെന്ന് തോന്നുന്നില്ല, കാരണം തിരക്കുകൾ അധികം പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ ഊതുക്കോട്ട ടൗണ് പിന്നിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇനി നമ്മൾ അടുത്ത് വരുന്ന നേരെ ചെക്ക് പോസ്റ്റിലേക്കാണ് കിടക്കുന്നത്. അപ്പം ചെക്ക് പോസ്റ്റ് ചെന്ന് നമുക്കവിടെ ചെക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഈ അല്ലാതെ നമ്മുടെ കണ്ടെയ്നർ വണ്ടികൾക്ക് അവിടെ ചെക്കിങ് ഇല്ല, കാരണം നമ്മൾ ഓൾറെഡി അത് ബില്ല് വെച്ച് സീൽ ചെയ്ത് വരുന്ന വണ്ടികളാണ്. അത് കാരണം നമുക്ക് ചെക്കിങ് ഇല്ല. ഇവിടെ ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലുമായിട്ട് തമിഴ്നാടിൻ്റെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ചെക്കിങ്ങിന് വേണ്ടി കിടക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന വണ്ടികൾ, നാഷണൽ പെർമിറ്റ് വണ്ടികളെല്ലാം ചെക്കിങ്ങിന് RTO ചെക്ക് പോസ്റ്റ് എന്നവിടെ ബോർഡുണ്ട്. ഈ ഒരു ഹമ്പ് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാടിനോട് ബൈ ബൈ പറയുകയാണ്. ലാസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അപ്പുറ സൈഡിലും സാറുമാർ ഇരുന്നിട്ട് ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് ഇതിലെ വരികയാണ് നിങ്ങൾക്ക് ആ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ മുഴുവനും കൈക്കൂലിയാണ്. 50 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെക്കിങ് കാര്യങ്ങൾ രാവിലെയുള്ള ഇങ്ങനത്തെ ചെക്കിങ്. ബാക്കി ഇവിടെ വൈകിട്ട് വരുന്ന ടിപ്പറുകാരോടും ട്രെയിലറുകാരോടും എല്ലാം ഇവന്മാർ കൈക്കൂലിയുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിലൂടെ മരച്ചൂട്ടി ഇരുന്നിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ഓരോന്ന്. ഒന്നുമില്ല, കാശ് കൊടുക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണല്ലോ ഈ ടിപ്പറൊക്കെ നിർത്തിയിട്ടേക്കുന്നുണ്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാടിനോട് ബൈ ബൈ പറഞ്ഞു ആന്ധ്രയിലേക്ക് കയറുകയാണ്. ഇനിയിപ്പോൾ ഒഫീഷ്യലായിട്ട് ആന്ധ്രയിലോട്ട് കയറണമെങ്കിൽ ആന്ധ്രയുടെ ചെക്ക് പോസ്റ്റ് തൊട്ടപ്പുറമുണ്ട്. അത് ഇത്രയും വിശാലമല്ല, എന്നാലും റോഡിൽ ഇങ്ങനെ ബാരിക്കേഡ് വെച്ചിട്ട് അവരും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരുപാടായി. ഞാനെന്തായാലും വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് കരുതുന്നത്. കാരണം എന്തായാലും ആന്ധ്ര ചെക്ക് പോസ്റ്റിനും കൂടെ കഴിഞ്ഞിട്ട് ഞാനിവിടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. കാരണം ഇപ്പം തന്നെ ഒരുപാട് സമയമായി. ഇനിയിപ്പോൾ വല്ലതും പോയി കഴിക്കണം. ലോറിക്കാരൻ വിശ്രമിക്കുകയെന്നാണ്. ഒരു സ്കൂളാണ് കേട്ടോ, ലെഫ്റ്റ് സൈഡിലൊരു സ്കൂളാണ്. ക്ഷേത്രവും സ്കൂളും എല്ലാം കൂടെ ചേർന്നൊരു സംഭവമാണ്. ആ ക്ഷേത്രത്തിൻ്റെ അവരുടെ ആ ദേവസ്വത്തിൻ്റെ തന്നെ സ്കൂളായിരിക്കണം. അത് സ്കൂളാണ്. അതിനോട് ഇവിടെ വഴി വളരെ വീതി കുറവാണ്. ക്ഷേത്രത്തിൻ്റെ മതിലാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ നമ്മുടെ ആന്ധ്ര ചെക്ക് പോസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ഭാഗം ഇപ്പോൾ പുത്തൂർ മുതൽ, അത് ആന്ധ്ര സ്റ്റാർട്ട് ചെയ്തിട്ട് പുത്തൂർ മുതൽ ഇനി തിരുപ്പതി ഫോറസ്റ്റൊക്കെ നമുക്ക് വരുന്നുണ്ട്. കടപ്പ ഫോറസ്റ്റൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തായി വീഡിയോയ്ക്ക്. അപ്പോൾ നമ്മുടെ ആന്ധ്ര ചെക്ക് പോസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ അവസാനം. അപ്പോൾ ആന്ധ്രയിലെ ചെക്ക് പോസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതുണ്ട്, ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ആന്ധ്രയിലെ പോലീസുകാരാണ്, RTOക്കാരാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവനവിടെ നിന്ന് സാറവിടെ നിന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല. മറ്റേ സാധാ വണ്ടിയായിരുന്നെങ്കിൽ കൈക്കൂലി ഒരു 50 രൂപ മേടിക്കാൻ വേണ്ടിയാണ് എന്നെ കണ്ടപ്പോഴേ ഇറങ്ങി വന്നത്. പക്ഷേ എൻ്റെ കണ്ടെയ്നർ വണ്ടി ആയത് കാരണം ആ പുള്ളിക്കാരൻ കൈ കാണിക്കാതെ. പക്ഷേ ഈ വരുന്ന വണ്ടിക്കാരനെ ഇവിടെ മേടിക്കും. ഇപ്പോൾ ഈ വരുന്ന ട്രെയിലറുകാരനെ അവിടെ നിർത്തിയിട്ട് അവൻ്റെ ഒരു 100 രൂപയിൽ മേടിച്ചിട്ട് അവർ വിടത്തുള്ളൂ, അല്ലെങ്കിൽ അവർ വിടത്തില്ല. അത് ഇവിടുത്തെ സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് ആന്ധ്ര സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാടിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ ആന്ധ്രയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു നദി ഒഴുകുന്നുണ്ട്, പക്ഷേ അത് മുഴുവനും വരണ്ട് കിടക്കുകയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ആരാധന ഇല്ലെന്ന് തോന്നുന്നു. പണി പൂർത്തിയാകാത്തൊരു ക്ഷേത്രമാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ ആന്ധ്രയിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ തമിഴ്നാട് നമ്മൾ ബൈ പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോയും ആന്ധ്രയിലൂടെയുള്ള കൂടുതൽ വീഡിയോയും കാഴ്ചകളും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി. അപ്പോൾ ഇവിടെ കൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ആന്ധ്രയിലൂടെ നമ്മൾ ഇനി അടുത്ത പുത്തൂർ ചെല്ലും. പുത്തൂർ, അവിടെ നിന്ന് റെണിഗുണ്ട, അവിടെ നിന്ന് തിരുപ്പതി നിന്ന് കടപ്പ, അങ്ങനെയാണ് നമ്മുടെ യാത്ര ഇനി മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ തിരുപ്പതിയിലെ ഫോറസ്റ്റിലെ കാഴ്ചകളും കടപ്പയിലെ കാഴ്ചകളും ഒക്കെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.